അമ്മായിക്ക് ലഡു വേണോ? എനിക്കിങ്ങ് വേണ്ട നിന്നെ കൊടു. നീ ആർക്കാന്ന് വെച്ചാ കൊണ്ട് കൊടുക്ക്. അമ്മായി നന്നായില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ ഇങ്ങനെ സ്വയം താഴ്ന്നു പോകരുത്. കഷ്ടം. പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിലേ പോയ വഴി അടിക്കുന്ന. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവക്ക് ഗർഭം ഉണ്ടോ ഇല്ലയോ എന്ന് ഈ ഭാനുമതി തെളിയിക്കും. നീലാംബരി, നീ എപ്പോഴത്തേക്കാ വരുന്നേ? ആണോ? എടി, എനിക്ക് ഈ സന്തോഷം പറയാനും പങ്കുവെക്കാനും എന്റെ കൂടപ്പറപ്പായിട്ട് നീ അല്ലാതെ വേറെ ആരാ ഉള്ളേ? ശരി ശരി, എത്രയും പെട്ടെന്ന് വേണം. സ്വാതിയെ കൊണ്ട് ഞാൻ നിന്നെ വിളിപ്പിക്കാം. ഓക്കെ, ശരി എന്നാ. അപ്പോ നീ വരുന്ന തീയതി നേരത്തെ ഒന്ന് വിളിച്ചറിയിക്കണേ. ശരി എന്നാ, ഓക്കെ. വലിച്ച സ്വാതിയെടുത്തി അവിടെ? എടാ, നീലോളും മുറിയിലുണ്ട്. വലിച്ച ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോ എനിക്കിത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവള് ക്ഷേത്രത്തിൽ പോയി നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല. ദേവി അവളെ അനുഗ്രഹിച്ചു. നീ ചെന്നവളെ കാണും. ചെല്ലുവനെ. അല്ല, നീലാംബരി അപ്പച്ചി വലിച്ചിനെ വിളിച്ചായിരുന്നോ? എന്നെ വിളിച്ചിട്ട് വലിച്ചിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവളെ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ആണോ? അവള് വരുന്നുണ്ട് സ്വാതിയെ കാണാൻ. കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവും പറഞ്ഞു. അത് കൊള്ളാം. നീലാംബരി അപ്പച്ചി നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ധൈര്യം തന്നെയാ. എത്ര നാളായി ഞാൻ അവളോട് പറയുന്നു ഇവിടെ വന്നൊന്ന് നിൽക്കാൻ. അല്ലെങ്കിൽ എത്ര കാലമാ അന്യനാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നേ. എന്തായാലും ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, അത്രയ്ക്ക് സന്തോഷമായി. നീ ചെന്നവളെ കാണു. ഈശ്വര, ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്ന സന്തോഷം നീ കാത്തുരക്ഷിക്കണേ. ഇനി ഒരു ദുഃഖം കൂടെ നീ ഞങ്ങൾക്ക് തരല്ലേ ഭഗവാനെ. സ്വാതി, ഇപ്പോ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എനിക്കിതൊക്കെ സ്വപ്നം പോലെയാ തോന്നുന്നത്. നിന്നോട് ഇതുവരെയും പറയാതിരുന്നൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള ആഗ്രഹം നിന്നെക്കാൾ എത്രയോ കൂടുതലായിരുന്നു എന്റെ ഉള്ളിൽ. എനിക്കറിയാം. ഏട്ടൻ പറയാതെ തന്നെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏട്ടന്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്തതിന്റെ സങ്കടം സഹിക്കാൻ വയ്യഞ്ഞിട്ടാ ഞാൻ ആ പൂജ ചെയ്തത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ അനുഗ്രഹം നമ്മുടെ ഈ കുഞ്ഞ്. ഏട്ടനിപ്പോ സന്തോഷായില്ലേ? എടോ, ഇതിനേക്കാൾ വലിയൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ആഹാ, ഇത് കൊള്ളാം. സന്തോഷം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഉണ്ട്. ഏടത്തി അമ്മയ്ക്ക് കിട്ടിയ ഈ സൗഭാഗ്യം ഞങ്ങൾ ആഘോഷിക്കാൻ പോവാ. അതെ, ഞങ്ങൾ ഇതൊരു വലിയ ഉത്സവമാക്കാൻ പോവാ. അതൊന്നും വേണ്ട നന്ദിനി. വലിയ ആഘോഷങ്ങൾ നമുക്ക് പിന്നീട് തന്നിട്ടുള്ളത് വലിയ സങ്കടങ്ങളാ. അതുകൊണ്ട് ഒരാഘോഷം വേണ്ട. അതല്ല ഏടത്തി, ഞങ്ങൾക്കിത് ആഘോഷിച്ചേ പറ്റൂ. ഇല്ല, ഒരാഘോഷത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇവളുടെ മനസ്സിലെ മുറിവ് ഇനി ഉണങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. അബദ്ധത്തിലാണെങ്കിലും എന്റെ കയ്യിൽ നിന്നാ അന്ന് ഇവള് വീണതും കുഞ്ഞ് നഷ്ടപ്പെട്ടതും. ഈ വീട്ടിൽ ആദ്യം ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞില്ലാതായതിന്റെ സങ്കടം എനിക്കും ഉണ്ട്. ഏട്ടത്തി പറഞ്ഞത് ശരിയാ, പക്ഷെ അതൊക്കെ ഞാൻ എന്നേ മറന്നു. എന്റെ സങ്കടം മാറ്റാൻ ദൈവം തന്ന സന്തോഷം ഇത്. ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നേ. പിന്നെ ഏട്ടത്തി കുഞ്ഞിനെ പ്രസവിക്കുന്നേ ഉള്ളൂ. ഞാനല്ലേ കുഞ്ഞിനെ വളർത്താൻ പോകുന്നേ. അപ്പൊ പിന്നെ ഞാൻ അവന്റെ അമ്മയല്ലേ? അവനോ? അതിന് ആൺകുട്ടിയാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? നീലേട്ടന് ആൺകുട്ടിയെ ഇഷ്ടം. അതുകൊണ്ട് ഏട്ടത്തി പ്രസവിക്കുന്നത് ആൺകുട്ടിയായിരിക്കും. ഏട്ടത്തി, ഈ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞിനെ ഏട്ടത്തി പ്രസവിക്കണം എന്നത് ഈശ്വരന്റെ വിധിയാ. നമ്മളതിന്റെ സന്തോഷം മാത്രം അനുഭവിച്ചാൽ മതി. നന്ദിനി പറഞ്ഞ പോലെ ഏടത്തിയുടെ കുഞ്ഞ് ഞങ്ങളുടെയും കുഞ്ഞു തന്നെയാ. നീലേ, അച്ഛനായതിന്റെ ചെലവൊക്കെ ഉണ്ട്. എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം.
നമുക്കൊന്ന് പുറത്തു പോയാലോ? ഏയ് അതൊന്നും വേണ്ട. ഏടത്തിക്ക് പോയി യാത്രയൊന്നും ചെയ്യാൻ പാടില്ല. നീ വാ, നമുക്ക് പോയിട്ട് വരാം. ഏടത്തി, ഞങ്ങളിപ്പോ വരാം. സത്യത്തിൽ നിനക്ക് എന്നോട് ഒട്ടും ദേഷ്യമില്ലേ നന്ദിനി? എന്തിന്? എന്റെ പൊട്ടത്തരം കൊണ്ട് ഗൗരി ചേച്ചിക്കൊപ്പം ചേർന്ന് ഞാൻ ഏട്ടത്തെ ഒരുപാട് ദ്രോഹിച്ചു. എനിക്ക് ഈ വീട്ടില് ഒരു ജീവിതം തന്നത് ഏട്ടത്തെയാണെന്നുള്ള കാര്യമേ ഞാൻ മറന്നു. പക്ഷെ എന്നിട്ടും ഏട്ടത്തി എനിക്ക് സ്നേഹം മാത്രം തന്നു. ആ ഏട്ടത്തിയോട് ഞാൻ ഇനി എങ്ങനെ ദേഷ്യപ്പെടാനാ? പിന്നെ ഏട്ടത്തിയുടെ വയറ്റിലെ ജനിക്കുന്ന കുഞ്ഞിന്റെ അവകാശം ഏട്ടത്തിക്ക് മാത്രമല്ലല്ലോ, എനിക്ക് അവന്റെ അമ്മയുടെ സ്ഥാനം തന്നെ കിട്ടില്ലേ? പിന്നെന്തിനാ വെറുതെ ദേഷ്യ സങ്കടമൊക്കെ? നീ ഇപ്പൊ എനിക്ക് ശരിക്കും എന്റെ അനിയത്തിയാണ്, എന്റെ സ്വന്തം അനിയത്തി. വല്ലിച്ച, ഒന്ന് വേഗം വാ. അല്ല മോളെ, ഇത്രയും പെട്ടെന്ന് ലഡു എവിടുന്ന് കിട്ടി? അല്ല, സ്വാതി നിന്നോട് നേരത്തെ വിവരം പറഞ്ഞു? അയ്യോ ഇല്ല വല്ലിച്ച, എല്ലാം സ്വാതിയേട്ടത്തിന്റെ ഭാഗ്യാണെന്ന് കരുതിയാ മതി. കഴിഞ്ഞ ദിവസം ഏട്ടൻ കുറെ ഏറെ ലഡു വാങ്ങിയിരുന്നു. അറിയാതെയാണെങ്കിലും അന്ന് അത് വാങ്ങിയത് ഇപ്പൊ നന്നായില്ലേ? അതെന്തായാലും ഭാഗ്യമായി മോളെ. നല്ലത് വരുമ്പോ നമ്മൾ ഒന്നും കരുതി വെക്കണ്ട, എല്ലാം തനിയെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു ചേർന്നോളൂ. ആ ഗിരിയേട്ടനും ഏട്ടനും എവിടെ? അവരിവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് ലഡുവൊന്നും ഇല്ലേ? എടുത്തോ ഏട്ടാ. ദേ ഈ ലഡുവിന് മാത്രം ഒതുക്കല്ലേ, വേറെ ചെലവ് ചെയ്തേ പറ്റൂ. നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. ആദ്യം ഇത് സത്യമാണെന്നൊന്ന് അറിഞ്ഞോട്ടെ. തോറ്റു തുന്നമാടി ദേവന്ന് നിൽക്കുന്നു, കണ്ടില്ലേ കോലം? ഏട്ടത്തിയോട് മത്സരിക്കാൻ വേണ്ടി പൂജ നടത്തിയത് മാത്രം മിച്ചം. ശരിക്കും ദൈവം അനുഗ്രഹിച്ചതേ ഏട്ടത്തിയാണ്. എന്തനുഗ്രഹം? നിന്റെ ഏട്ടത്തിയെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു? ആഹാ, ലഡു ഒക്കെ വിതരണം ചെയ്യുന്നുണ്ടല്ലോ. എന്തു പറ്റി? നിന്റെ ഏട്ടത്തി ചത്തോ? അയ്യോ, ആരും ചത്തില്ല. പക്ഷേ പുതിയതായിട്ട് ഒരാള് ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നു. അതിന്റെ സന്തോഷത്തില് ഈ ലഡു. മനസ്സിലായില്ല. അത് കേൾക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീ ആയിരിക്കും. വേണമെങ്കിൽ നീ ഒരു ലഡു എടുത്തോ. ദാ ഏട്ടത്തെ തോൽപ്പിക്കാനല്ലേ നീ ക്ഷേത്രത്തിൽ പോയത്? പക്ഷേ നീ കോരിയ വെള്ളമെല്ലാം പാഴായി പോയല്ലോ വേദേ. സ്വാതി ഏട്ടത്തി ഗർഭിണിയായതിന്റെ സന്തോഷത്തിലാ ഈ ലഡു. ഇന്ന് എടുക്കണേ. എന്നിട്ട് മധുരം കഴിച്ച് സ്വാതി ഏട്ടത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവക്ക് ഇതൊക്കെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ മോളെ? നിന്റെ പൂജ ദൈവം റിജക്ട് ചെയ്തു. അതിന്റെ തെളിവാ ഏട്ടത്തിക്ക് ദൈവം നൽകിയ ഈ അനുഗ്രഹം. നിന്റെ എല്ലാ കണക്കൂട്ടലുകളും ഇപ്പൊ തെറ്റിയില്ലേ വേദേ? വേണമെങ്കിൽ ഒന്നിന് പകരം 2 ലഡു എടുത്തോ. നിന്റെ സന്തോഷം ഇരട്ടിയാവട്ടെ. അവളുടെ ഒരു ലഡു കാണിച്ചു തരാൻ ഞാൻ. അയ്യോ മോളെ, നീ ഇത് എവിടെയായിരുന്നടി? അയ്യോ എന്തൊരു കോലമായത്. അവളെവിടെ? സ്വാതി അത് അവളകത്തുണ്ട്. അതെ മോളെങ്കി വാ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, മോളെങ്കി വാ വാ.
മുഴുവൻ സ്വത്തുക്കൾക്കും അവൾ അവകാശിയായി. ഈ വീട്ടിലെ ആദ്യത്തെ അനന്തരാവകാശി ആ കുഞ്ഞിന്റെ അമ്മയാൻ പോവാണ് സ്വാതി. അമ്മ അവൾ അമ്മയാണോ അച്ഛനാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഈ വീടിന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ ആരെയും നമ്മൾ അനുവദിക്കരുത്. എനിക്ക് തോന്നുന്നത് ഈ ഗർഭക്കഥയ്ക്ക് പിന്നിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തന്നെയാണ്. ആ അത് വേണം നമുക്ക് ആദ്യം പൊളിക്കാൻ. അവക്ക് ഗർഭം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിനെന്താ ഒരു വഴിന്നാ എന്റെ ചിന്ത മുഴുവൻ. വേദേ, എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, എനിക്കത് അറിഞ്ഞേ പറ്റും. അവളുടെ വയറ്റിൽ ഈ വീടിന്റെ അവകാശിയാകാൻ വേണ്ടി ഒരു ജീവൻ മുളച്ചിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അവളെ കാണുന്നതിന് മുമ്പ് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ വേദേ. ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അതിനൊരു വഴിയുണ്ട്. ഹലോ ഡാനി. ഹലോ മാഡം. ഡാനി, ഒരു സഹായം വേണം. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റ് വാങ്ങി ഉടനെ എന്റെ കയ്യിലെത്തിക്കണം. ശരി മാഡം, ഞാൻ ഉടനെ എത്തിക്കാം. അവളുടെ കള്ളക്കളി നമുക്ക് ഇന്ന് തന്നെ പൊളിക്കണം. വാ, ഇനി നമുക്ക് അവളെ കാണാം. സത്യമാണോ മഹേഷേട്ടത്? പിന്നല്ലാതെ, ഞങ്ങളെല്ലാരും ഭയങ്കര സന്തോഷത്തിലാ സദാനന്ദ. അങ്ങനെ എല്ലാരും ഒന്നും പറയണ്ട. സന്തോഷമില്ലാത്ത ചിലരും അവിടെ ഉണ്ടല്ലോ, അവരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും എന്റെ ഭാര്യ. വടി വെക്കുന്നിടത്ത് കൂടെ വെക്കാത്തായിട്ടോ അത്. അതൊന്നും സാരമില്ല സദാനന്ദ, നിങ്ങളൊന്ന് വേഗം വാ, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? ഞാൻ ദേ പുറപ്പെട്ടു കഴിഞ്ഞു. ഏറിയാലും 1 മണിക്കൂർ. അതിനുള്ളിൽ ഞാൻ എത്തും. ദേ, നമുക്കിത് പൊളിക്കണം. അപ്പൂപ്പനാവാൻ പോകുന്നതിന് പ്രത്യേകം ചെലവുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങളൊന്ന് വേഗം വാ സദാനന്ദ. അപ്പൊ ശരി. എന്റെ ദൈവമേ, ആ ഭാനുമതി അവിടെ നിന്ന് എല്ലാരും കൂട്ടി ഈ ഗർഭം കലക്കാരെന്ന മതിയായിരുന്നു. മാലതി, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ദേ, നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മ ആവാൻ പോവാ. എടി അമ്മൂമ്മേ, നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ നീയും കൂടെ വേണ്ടതായിരുന്നു. സ്വാതിക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു നീ പറഞ്ഞു, പെൺകുഞ്ഞായിരിക്കും ജനിക്കുന്നതെന്ന് ഞാനും പറഞ്ഞു. ഓർമ്മയുണ്ടോ നിനക്ക്? അയ്യോടാ, മഹേഷേട്ടൻ എന്താ വട്ടായോ? എന്റെ മഹേഷേട്ടാ, ഇങ്ങനെ ചത്തുപോയവരുടെ വർത്താനം പറയുന്നതേ, അയ്യോ ഇതൊരു വലിയ ഭ്രാന്ത് തന്നെയാ. അതേ ഭാനുമതി, ഇതൊരു ഭ്രാന്ത് തന്നെയാ. സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. സ്വാതിമോള് ഗർഭിണിയായതിന്റെ സന്തോഷം എനിക്ക് എത്ര വലുതാന്ന് ഭാനുമതിക്ക് അറിയോ? ഞാൻ അപ്പൂപ്പനാവാൻ പോവല്ലേ. പിന്നെ ഒരപ്പൂപ്പൻ. മഹേഷേട്ടന്റെ വർത്താനം കേട്ടത്തോന്നും ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഗർഭിണിയാവുന്നത് സ്വാതിയാണ്. അത്രയ്ക്കങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. ആദ്യം അവൾക്ക് ഗർഭമുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താം. എന്നിട്ട് മതി അപ്പൂപ്പനാവാൻ കച്ച കെട്ടി ഇറങ്ങുന്നതും മധുരം കഴിക്കുന്നതും ഒക്കെ. സന്തോഷിക്കണോ വേണ്ടോന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ കുടുംബകാര്യത്തിലേ നീ ഇടപെടണ്ട. ഭാനുമതി, ഇവളുടെ വർത്താനം കേട്ടിട്ട് നീ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കരുത്. ഈ വീട്ടിലെ മുതിർന്ന സ്ത്രീ ഇപ്പൊ ഭാനുമതിയാ. മാലതി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് നീയാ. മനസ്സിലായോ? ഓ പിന്നെ അതിനെന്താ, മഹേഷേട്ടൻ പേടിക്കണ്ട. സ്വാതി മോളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം, അല്ലേ വേദമോളെ? പിന്നല്ലാതെ, സ്വാതിയെ ഞങ്ങള് തലയിലും താഴത്തും വെക്കാതെ കൊണ്ടു നടന്നോളാം. എന്താ, അത് പോരെ അപ്പൂപ്പ? പക്ഷേ അതിനൊക്കെ മുൻപ് മരുമകള് ഗർഭിണിയാണോന്ന് നമുക്കൊന്ന് ഉറപ്പു വരുത്തണ്ടേ? അയ്യോ, മോള് പറഞ്ഞ സത്യമാ. അത് പിന്നെ വേണ്ടേ? അതെ, പരിശോധിക്കുക തന്നെ വേണം. മഹേഷേട്ടൻ അത് സ്വാതിയെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എന്നിട്ട് മതി അപ്പൂപ്പനാകാനുള്ള ഈ തുള്ളിച്ചാട്ടം.
നന്ദിനി, ഗിരി ഇവളോട് ഇതൊക്കെ മാറ്റി വെക്കാൻ പറയുന്നുണ്ടോ? ഇതൊക്കെ വേണം സ്വാതിയേട്ടത്തി. ഈ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ആഘോഷിക്കണ്ടേ? എടോ, ഇതൊക്കെ നന്ദിനിയുടെ ഒരു ആഗ്രഹമല്ലേ? താനായിട്ട് ഇതിനൊന്നും പറയണ്ട. മതി മതി, വേഗം താഴെ പോയി പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കാം. വാ. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ നിനക്ക് ഈ ജന്മം കഴിയില്ല. സ്വാതി, അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയ. നന്നായി വരും മോളെ. ഈ നിമിഷത്തിന് വേണ്ടി എത്ര നാളായിട്ട് അച്ഛൻ കാത്തിരിക്കായിരുന്നു. അച്ഛന് ഒരുപാട് സന്തോഷമായി. ഞാൻ ഈ ആരതി കൊണ്ടുപോയി പുറത്ത് കമഴ്ത്തിയിട്ട് വരാം. എന്റെ ദേവി, ഇപ്പൊ നീ തന്ന ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിർത്തണേ. ഞാൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷത്തിലാ ഈ വീട്ടിലെല്ലാവരും. അതങ്ങനെ തന്നെ ആയിരിക്കാൻ അനുഗ്രഹിക്കണേ ദേവി. അമ്മേ. മോളെ, ഈ സന്തോഷം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരാളുണ്ട്, അമ്മ. അവളോട് വേണം മോൾ ഈ സന്തോഷം ആദ്യം പറയാൻ. മാലതി മോളെ അനുഗ്രഹിക്കും. വാ, വന്ന് അമ്മയോട് പറയും അവളൊരു അമ്മൂമ്മയാവാൻ പോകുന്നത്. ഈ ചത്തപോയ തലയോട് എന്ത് പറയാനാ? മഹേഷിന്റെ തലയ്ക്ക് ലൂസായെന്നാ തോന്നുന്നു. മാലതി, നീ കണ്ടില്ലേ, സ്വാതിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാ. ദേ, അവളെ നീ അനുഗ്രഹിക്കണം. അമ്മ, എല്ലാവരും വലിയ സന്തോഷത്തിലാ. ഇത് സത്യമാണെങ്കിൽ അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഒരു കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും ഈ വീട്ടിൽ ഉയരുന്നത് കാണാനും കേൾക്കാനും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അമ്മ? അമ്മ ജീവിച്ചിരിക്കുമ്പോ ജഗദീശ്വരൻ അതിന് അനുവദിച്ചില്ല. ഇപ്പോഴാ ആ ഭാഗ്യം കിട്ടിയത്. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഒന്നിങ്ങ് വന്നേ. ഭാനുമതിയെ തന്നെയാ. ഒന്നിങ്ങ് വാ. എന്താ മഹേഷേട്ടാ? ഭാനുമതി, മാലതി ഉണ്ടായിരുന്നെങ്കിൽ സ്വാതി മോക്ക് അവളുടെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങാമായിരുന്നു. ഈ സമയത്ത് ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഗ്രഹമാ ഇവക്ക് വേണ്ടത്. അത് തന്നെ. മാലതിയുടെ സ്ഥാനത്ത് നിന്ന് നീ ഇവളെ അനുഗ്രഹിക്കണം. മോളെ, അനുഗ്രഹം വാങ്ങിക്കും. അയ്യോ വേണ്ട മോളെ. മോള് നന്നായി വരും. മോളും മോളുടെ കുഞ്ഞും. ഈശ്വര, ഇവക്ക് ഗർഭം കാണല്ലേ? ഉണ്ടെങ്കിൽ തന്നെ അത് കൊലങ്ങി പോടെ ഭഗവാനേ.
ഇനി എല്ലാരും ചേർന്ന് സ്വാതി മോക്ക് മധുരം കൊടുക്കാം. നന്ദിനി മോള് പോയി മധുരം എടുത്തിട്ടോ. ഭാനുമതി, സ്വാതി മോളെ നമുക്ക് അങ്ങോട്ട് ഇരുത്താം. വാ മോളെ വാ, പതുക്കെ നടക്കണേ.